വീട്ടിലുള്ള ആളുകൾ, ഇദ്ദേഹം കൊലപാതകം നടത്തണമെന്ന് ഉദ്ദേശിച്ച ആളുകളെല്ലാവരും തന്നെ ഒരു കാരണവശാലും രക്ഷപ്പെടരുതെന്നും അവരെ ആരും രക്ഷപ്പെടുത്താൻ ആരെക്കൊണ്ടും സാധിക്കരുതെന്നും കണക്കാക്കി അതിനു വേണ്ട മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചിരുന്നു. ആ വീട്ടിൽ ഒരു തുള്ളി വെള്ളം പോലും കാണാത്ത രീതിയിൽ ഉള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി മോട്ടറിൻ്റെ വയറ് വരെ വിച്ഛേദിച്ചിട്ടു. അങ്ങനെ പിന്നെ ആ വീട്ടിൽ 2 കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ കിടന്നുറങ്ങുന്ന മുറിയിലേക്ക് പെട്രോൾ ഒഴിച്ച കുപ്പി എറിഞ്ഞ് ആണ് ഈ കൊലപാതകം നടത്തിയത്. പരമാവധി ശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നതിനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. അത് സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കുറ്റകൃത്യമാണ്. പ്രതിഭാഗം പറയുന്നത് അല്ല, അങ്ങനെ ഒരു തെളിവ് കോടതിയിൽ വന്നിട്ടില്ല. അതായത് ഒറ്റ തെളിവെന്ന് പറഞ്ഞാൽ ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഇയാൾ ഈ മരിച്ച ഷിബു 35 ലിറ്റർ വീതം കൊള്ളുന്ന 2 കന്നാസുകളിൽ ഡീസലും പെട്രോളും വാങ്ങി. പക്ഷേ പ്രോസിക്യൂഷൻ്റെ കേസ് തന്നെ അത് കടയിൽ സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നു എന്നാണ്. ഇതിൽ ഈ പെട്രോളിൽ നിന്നും കുപ്പികളിലാക്കി ഇദ്ദേഹം ആ പെട്രോൾ ഊറ്റിയെടുത്ത് അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അവിടെ വേറെ പെട്രോൾ ഉണ്ടെന്ന് യാതൊരു തെളിവും വന്നിട്ടില്ല. സാക്ഷിമൊഴികളുണ്ടായിരുന്നു. കൃത്യം കണ്ട ഒരു സാക്ഷി ഉണ്ടായിരുന്നു, രാഹുലിൽ നിന്ന്, അയൽവാസി. അയാളെ ഈ ഇളയ കുട്ടി ഫോൺ വിളിച്ച് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ ചെല്ലുന്നത്. ഫോൺ വിളിച്ചതിന് തെളിവുണ്ട്. ഫോൺ വിളിച്ചതിൻ്റെ ഒരു സാക്ഷി മാത്രമേ ഉള്ളൂ. 50-ാം സാക്ഷി അഷ്റഫ് എന്ന് പറഞ്ഞു. 50 PW50. നമ്മൾ 71 സാക്ഷികളെ വിസ്തരിച്ചു. 137 ഡോക്യുമെന്റ്സ് നമ്മൾ ഹാജരാക്കി. ബന്ധുവ, അടുത്ത ബന്ധുവ. അയാളെ ഫോൺ ചെയ്തിട്ടുണ്ട്. ഈ സംഭവം കഴിഞ്ഞിട്ട് അയാളെ ഫോൺ ചെയ്ത് വിവരം പറഞ്ഞിട്ടുണ്ട്. ആ ഫോൺ കോള്, ആ ഒറിജിനൽ വോയിസ് നമ്മൾ കോടതിയിൽ തെളിയിച്ചിട്ടുണ്ട്. പരമാവധി ശിക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രോസിക്യൂഷൻ ഇന്ന് വാദിച്ചത്. പിന്നെ അത് കോടതിയല്ലേ തീരുമാനിക്കുന്നത്. താങ്ക് യു.